ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ക്രോഷയുടെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഇന്ന് എങ്ങനെ ഒരു നൂല് ഹോൾഡ് ചെയ്യണം, തുടക്കത്തിലിടുന്ന സ്ലിപ്പ് നോട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഈ നോട്ട് ഇട്ടിട്ട് വേണം നമ്മൾ ഏത് പ്രൊജക്റ്റും സ്റ്റാർട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുക. ഈ ചെയിൻ സ്റ്റിച്ചാണ് നമ്മുടെ എല്ലാ സ്റ്റിച്ചിൻ്റെയും ബേസ്. അതിൽ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള സ്റ്റിച്ചസ് ആഡ് ഓൺ ചെയ്തിട്ട് കൊണ്ടുപോവുക. അപ്പം ചെയിൻ സ്റ്റിച്ച് അറിയാഞ്ഞാൽ നമുക്ക് ക്രോഷയുടെ ഒരു പ്രൊജക്റ്റും ചെയ്യാൻ കഴിയില്ല. അപ്പം ഇപ്പോൾ ഇതിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഒരു ചെയിൻ സ്റ്റിച്ചാണ്. ഈ ചെയിൻ സ്റ്റിച്ച് എങ്ങനെ തുന്നാമെന്നും കൂടി ഇന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്കൊരു നൂല് എങ്ങനെയാണ് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം അതിൽ ഓട്ടകളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഫസ്റ്റ് നമുക്കൊരു നൂല് എങ്ങനെയാണ് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം അതിൽ ഓട്ടകളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മളെ ടെൻഷൻ, അതായത് നൂല് കറക്റ്റായിട്ട് ഇങ്ങനെ ഗ്യാപ്പില്ലാതെ കറക്റ്റായിട്ട് നിൽക്കുക. അപ്പോൾ ഇതിന് ഞാനൊരു മെത്തേഡ് പറഞ്ഞു തരും. ഞാൻ സാധാരണയായിട്ട് ചെയ്യാറുള്ള മെത്തേഡ് പറഞ്ഞു തരും എങ്ങനെ ഹോൾഡ് ചെയ്യണം എന്നുള്ളത്. പിന്നെ നിങ്ങൾ കുറേ വർക്ക്സൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇതുപോലെ തന്നെ ഹോൾഡ് ചെയ്യേണ്ടി വരത്തില്ല. ചില ഫിംഗേഴ്സൊക്കെ വിട്ടിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാനൊക്കെ കഴിയും. അപ്പോൾ ഫസ്റ്റ് കാണുന്നുണ്ടോ, ഈ വിരലിൻ്റെ അടിയിൽ ഇവിടെ ഇങ്ങനെ ആയിട്ട് ഈ വിരലിൽ നമ്മുടെ സ്റ്റിച്ചിനെ ഇങ്ങനെ പിടിക്കണം. ഈ രണ്ട് വിരലും കൊണ്ട് ഇങ്ങനെ പിടിക്കണം. അപ്പോൾ ഒന്നും കൂടി ഇതിവിടെ ഇങ്ങനെ ഒന്നും കൂടിയും ചെയ്യാം. എന്നിട്ട് ഇത് രണ്ടും കൊണ്ടിട്ട് ഇവിടെ ഹോൾഡ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ പിടിക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു നോട്ട് കണ്ടോ, ഈ നോട്ട് എങ്ങനെ ഇടുന്നതെന്ന് നോക്കാം. അതിന് സിമ്പിളാണ്. ഇങ്ങനെ പിടിക്കുക, ഒന്നും കൂടി ഇങ്ങനെ പിടിക്കുക. കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ക്രോസ് ആയിട്ട് പോകണം. ഇവിടുന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ക്രോസ് ആയിട്ടാണ് നമ്മൾ പോണത്. ബാക്കിൽ ഇങ്ങനെ ഇത് ഫസ്റ്റ് നമ്മൾ എടുത്തതാണ്, ഇത് സെക്കൻഡ്. ഈ ഫസ്റ്റിൽ നിന്ന് ഈ സെക്കൻഡിനെ ഉള്ളിലോട്ട് എടുക്കുക. അപ്പോൾ നമുക്കിങ്ങനൊരു നോട്ട് കിട്ടും. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ വെക്കുന്നു. ഇനി ഇപ്പുറത്തെ സൈഡ് കാണിച്ചു തരാം. ഇങ്ങനെ വെക്കുന്നു. ഇതിനെ രണ്ടാമത്തേനെ നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്ത് കൂടെ കൊണ്ടുവരണം. ഫസ്റ്റ് ചെയ്തതിൻ്റെ ഉള്ളിൽ കൂടെ സെക്കൻഡിനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ വിരൽ വിട്ടതിന് ശേഷം ഇതിന് രണ്ടിനെ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താൽ നമ്മുടെ സ്ലിപ്പ് നോട്ട് ആയി. ഇനി അടുത്തത് ഒരു ചെയിൻ സ്റ്റിച്ച് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട്, ഇപ്പം ഞാനിവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടില്ല. കണ്ടോ, എനിക്ക് കുറേ പ്രാക്ടീസ് ആയതിന് ശേഷം ഞാൻ ഒന്നേ കൊടുക്കാറുള്ളൂ. അപ്പം തന്നെ ഞാനിവിടെ ഇങ്ങനെ അമർത്തിയിട്ട് ടെൻഷൻ കൊടുക്കും. അപ്പം ഇത് കുറച്ചും കൂടി ഉറപ്പിൽ വരും. ഇനി ഇതിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ചെയ്യാൻ നോക്കാം. ചെയിൻ സ്റ്റിച്ചിന് ഇപ്പോൾ ഈ സ്ലിപ്പ് നോട്ടിൽ ഇത് കിടക്കുക, നമ്മുടെ നീഡിൽ കിടക്കുകയാണ്. ഇനി ഈ സ്ലിപ്പ് നോട്ട് ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു ഓട്ടയല്ലേ, ഇതേ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെങ്ങനെ കൊണ്ടുവരണം. കണ്ടോ, ഇനി അതേപോലെ അടുത്തതിനെ കണ്ടോ, ഞാനിതിനെങ്ങനെ പിടിച്ചിട്ടുള്ളത് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ പെന്നൊക്കെ സാധാരണ ഒരു സ്പൂണൊക്കെ പിടിക്കുന്ന പോലെ പിടിച്ചിട്ടുള്ളൂ. ഇങ്ങനെ ഈ ഒരു ഹുക്കില്ലേ, ഈ ഒരു ഹുക്ക് ഇതിനെങ്ങനെ പിടിച്ചിട്ട് ഇതിൽ നൂലിനെ കുടുക്കിയിട്ട് ഇതിൽ കൂടെ കൊണ്ടുവരണം. അതായത് ഇവിടെ ഉണ്ടാവുന്ന നമുക്ക് ഓരോരോ കണ്ടോ നോട്ട് ഇതിൽ കൂടെ ഈ ചെയിനിൽ കൂടെ ഇങ്ങനെ കൊണ്ടുവരണം. ഈ ചെയിനിൻ്റെ ഇങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ഒരു നീളമുള്ള, നമുക്ക് എത്ര സെൻറ്റിമീറ്റേഴ്സ് വേണോ, നമ്മൾ ഓരോ പ്രൊജക്റ്റും ചെയ്യുമ്പോൾ നമുക്ക് എത്ര സെൻറ്റിമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്, അത് നമുക്കിങ്ങനെ അളന്ന് കഴിഞ്ഞാൽ നമുക്ക്
പിന്നെ അടുത്ത സ്റ്റിച്ച് അതിനനുസരിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ലെങ്ത്ത് കിട്ടും. അപ്പം ഇങ്ങനെ നമ്മൾ ഈ നോട്ട് കൂടെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകണം. ഇതാണ് നമ്മുടെ ചെയിൻ സ്റ്റിച്ച്. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ചെയിൻ സ്റ്റിച്ച്. ഇതിലിപ്പോൾ ഇത് കണ്ടോ, ഇത് ഞാൻ പഠിപ്പിക്കാനും വേണ്ടിയിട്ട് നോട്ട് കുറച്ചും കൂടി വലുതാക്കി കാണിച്ചു തന്നപ്പോൾ സംഭവിച്ചതാണ്. അപ്പം ടെൻഷന് കുറച്ചിട്ട് ഞാൻ ചെയ്തതുകൊണ്ട്. അപ്പോൾ കണ്ടോ, ഇവിടെ കണ്ടോ, ടെൻഷന് കറക്റ്റായിട്ട് ചെയ്യുമ്പം അത് കറക്റ്റായിട്ട് നമുക്ക് വരും. അപ്പം 3.5 mm സൂചിയിലാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചത്. ഇനി ഞാനിതിൽ വലിയ സൂചി എടുത്തിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പം നമ്മൾ കയ്യിലിങ്ങനെ പിടിച്ചിട്ട്, അപ്പോൾ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എടുത്തു. ഫസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ സെക്കൻഡിന് എടുത്തു. പിന്നെ നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചിട്ടുള്ളത് ഇതിങ്ങനെ ചെറിയ വിരലുകൊണ്ട് ഇവിടെ ടെൻഷൻ കൊടുക്കാനും ഇവിടെ നമുക്ക് അതിൻ്റെ കണ്ടോ സ്റ്റഡി ആയിട്ട് നിർത്താൻ നമുക്ക് ആവശ്യമുള്ള നൂല് മാത്രം നമ്മൾ ആ കറക്റ്റായിട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. എന്നിട്ട് 1 2 3 4 5 6 7 ഈ നൂലിനെ കറക്റ്റായിട്ട് നമ്മൾ ഈ ഓട്ടയിൽ കൂടെ എങ്ങനെ എടുക്കണം. ഓക്കെ, നൂലിനെ ഈ ഓട്ടയിൽ കൂടെ എടുക്കണം. നൂലിനെ കണ്ടോ കണ്ടോ. അപ്പം ഇതാണ് നമ്മുടെ ചെയിൻ സ്റ്റിച്ച്. ഇനി ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പം ഇതാണ് നമ്മുടെ ചെയിൻ സ്റ്റിച്ച്. ഇനി നമുക്ക് ഇത് എത്ര ലെങ്ത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് സ്പീഡ് കൂടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഒരു 20 സ്റ്റിച്ചുള്ളത് ചെയിൻ സ്റ്റിച്ച് അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും ചെയ്ത് പഠിക്കുക. എന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, ഈ ചെയിൻ സ്റ്റിച്ച് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒഴിവാക്കിയിട്ട് നമുക്ക് ലെങ്ത്തൊക്കെ കുറക്കാനും കൂട്ടാനും ഒക്കെ പറ്റും. ഇതാണ് ചെയിൻ സ്റ്റിച്ച്. ഇതാണ് നമ്മുടെ ക്രോഷയുടെ ഫൗണ്ടേഷൻ സ്റ്റിച്ച്. അപ്പം ഇതെല്ലാവരും തോർഫായിട്ട് പഠിക്കണം. ഇത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ചെയിൻ സ്റ്റിച്ച്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് ഒരു പ്രൊജക്റ്റ് ചെയ്യും. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് എല്ലാവർക്കും തറോ ആവുകയും ചെയ്യും. നമുക്കതുകൊണ്ട് എന്തുണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു, ബൈ.